എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ലായിരുന്നു, ഇന്നും ആദ്യത്തെ വീഡിയോ ആണ്. പക്ഷേ ചില തിരക്കുകൾ കൊണ്ടാണ് വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ കണ്ടന്റുകൾ കുറവാണെന്ന്, കണ്ടന്റുകളില്ല. നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആവശ്യത്തിന് കണ്ടന്റ് ഉണ്ടായിരുന്നു. പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. ആവശ്യത്തിന് കണ്ടന്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഒന്ന് തുടരും സിനിമ ഉണ്ടായിരുന്നു, എമ്പുരാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചോട്ടാ മുംബൈ. അങ്ങനെ തുടരും. ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്തതിന് ശേഷം തുടരും വാർത്തകൾ, റെക്കോർഡുകളുമായിട്ട് ബന്ധപ്പെട്ട തുടരും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വീഡിയോസുമായിട്ട് കണ്ടന്റിൻ്റെ അഭാവം, അതുപോലെ തന്നെ നമുക്കിച്ചിരി തിരക്കുമായിപ്പോയി. അപ്പം വീഡിയോ വൈകിയതിൽ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ തുടങ്ങാം. പുതിയ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് അതും മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാം തന്നെ തിയേറ്ററിൽ നിറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ശ്രീലങ്ക സർക്കാരിൻ്റെ പാർലമെൻറ്റിലും അതുപോലെ ശ്രീലങ്കയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ ഈ ദിവസമാണ് മോഹൻലാൽ MMM എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി രമേശ് നാരായണൻ, മമ്മൂട്ടിയെ നായകനാക്കി മോഹൻലാലിൻ്റെ പ്രധാനപ്പെട്ട റോളിൽ അഭിനയിക്കുന്ന ചിത്രമാണ് രമേശ് നാരായണൻ സംവിധാനം ചെയ്തത്. ആ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. മമ്മൂട്ടിയാണ് നായകനെങ്കിലും പക്ഷേ ലാലേട്ടനാണ് അവിടെ ഗംഭീര സ്വീകരണമാണ് അവിടെ നൽകിയത്. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം സർക്കാർ തന്നെ നേരിട്ട് മോഹൻലാലിനെ സ്വീകരിക്കുന്നത് അവരുടെ ഫേസ്ബുക്കിലും അവരുടെ പ്രധാനമന്ത്രി ആയാലും ഡെപ്യൂട്ടി സ്പീക്കറായാലും സ്പീക്കറായാലും എല്ലാവരും ഷെയർ ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ വൈറലാകുന്നതും ഒക്കെ പെട്ടെന്ന് കണ്ടു. കാരണം അവിടെ ഒരു അതിഗംഭീരമായ സ്വീകരണമായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടന് കിട്ടിയത്. അത് ചിലരുടെയൊക്കെ കണ്ണു തള്ളി എന്ന് തന്നെയാണ് വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ അവിടുത്തെ പാർലമെൻറ്റ് സന്ദർശിക്കുന്നത്. ചുമ്മാ അങ്ങ് സന്ദർശിക്കുകയല്ലായിരുന്നു. അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ഫിലാഗി അദ്ദേഹത്തെ ക്ഷണിച്ചു. അത് പേരങ്ങനെ തന്നെയാണോ? ഏതായാലും അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ മോഹൻലാലിനെ പാർലമെൻറ്റിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. മോഹൻലാൽ അവിടെ എത്തുന്നു. മോഹൻലാൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ പാർലമെൻറ്റിൽ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ വൻ കയ്യടിയോടെയാണ് സ്വീകരിക്കുന്നത്. മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ, ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ, ദക്ഷിണേന്ത്യയിലെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെ പത്മഭൂഷൺ, പത്മശ്രീ എല്ലാം നേടിയ മോഹൻലാലിനെ ഈ പാർലമെൻറ്റിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അത് തന്നെ പെട്ടെന്ന് വൈറലാകുന്ന. അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ഡോക്ടർ ഹിരണ്യ അമരസൂര്യ, അതുപോലെ തന്നെ അവിടുത്തെ സ്പീക്കറായിരുന്ന ഡോക്ടർ ജഗത് വിക്രമരത്നെ എന്നിവരുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ പെട്ടെന്ന് വൈറലായി. അപ്പം ശ്രീലങ്ക സർക്കാർ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അവിടെ ഗംഭീര സ്വീകരണവും വരവേൽപ്പും ഒക്കെയാണ് നൽകിയത്. അപ്പം പാർലമെൻറ്റ് മന്ദിരത്തിൽ മോഹൻലാൽ ചെയ്യുന്നു, അവിടെ കൈകൂപ്പി നിൽക്കുന്നതുമൊക്കെ പെട്ടെന്ന് വൈറലായി മാറി എന്നുള്ളതാണ്. അപ്പോൾ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ല. വാർത്തകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ശ്രീലങ്കയിൽ നിന്നുള്ള വാർത്തകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദൃശ്യം 3 പുതിയതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ദൃശ്യം 3 ഹിന്ദി ദൃശ്യത്തേക്കാൾ മുമ്പ് തന്നെ റിലീസാനുള്ള സാധ്യത കാണുന്നുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അവിടെ ഒരു വൻ ഹിറ്റായി മാറിയ ചിത്രമാണ് ദൃശ്യം. അവിടുത്തെ സിംഹളരും ഈ ചിത്രം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക എന്നുള്ള വാർത്തകളുമാണ് പുറത്തു വരുന്നത്. സിംഹള ഭാഷയിൽ അവിടെ ഇറങ്ങിയ 2017 ദൃശ്യം ഇറങ്ങിയത് ധർമ്മയുദ്ധ വാർ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട പേരിലാണ് ഇറങ്ങിയത്. അതൊരു വൻ ഹിറ്റായിട്ട് മാറുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും മോഹൻലാൽ എന്ന് പറയുന്ന നടന് അവിടെ മികച്ച ഒരു സപ്പോർട്ട് തന്നെയാണ് ഉള്ളത്. അതുതന്നെയാണ് പാർലമെൻറ്റിലും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പം ചിത്രീകരണം ഇങ്ങനെ പൂർത്തീകരിക്കും. എനിക്കൊന്ന് 10 ദിവസത്തെ ചിത്രീകരണമേ ഉള്ളൂ എന്ന് തോന്നുന്നു അവിടെ. അതിനുശേഷം പ്രദേശങ്ങളിലൊക്കെയാണ്. അതുപോലെ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമില്ല. ഏത് രാജ്യത്തും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അവിടെ ഗംഭീരമായ സ്വീകരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ വിമർശകർക്കെല്ലാം അതൊരു ഭയങ്കര ഒരു തിരിച്ചടിയായി മാറി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ എന്താ പറയുന്നത്, പെട്ടെന്ന് ഈ ചിത്രങ്ങളെല്ലാം വൈറലാകുകയും ചെയ്തു. ഇതിനിടയിൽ പുറത്തു വരുന്ന വേറൊരു വാർത്ത എന്ന് പറയുന്നത് മമ്മൂട്ടി ആരോഗ്യപരമായ കാരണങ്ങളാൽ ചിത്രത്തിൽ വീണ്ടും ഷൂട്ടിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതിപ്പം ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും മോഹൻലാലും ഒക്കെ നയൻതാരയൊക്കെയാണ് ഇതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പം അതിനുശേഷം
മമ്മൂട്ടിയുടെ റോളിൻ്റെ പ്രാധാന്യം കുറയുമോ എന്നൊന്നും നമുക്കറിയില്ല. മമ്മൂട്ടി നായകനായിക്കോട്ടെ അല്ലേ. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് ഇച്ചിരി മതി, ചെറിയൊരു റോള് മതി. എന്നാലും അയാൾ നമ്മൾ കഴിഞ്ഞ കാല ചിത്രങ്ങളെയൊക്കെ നോക്കുമ്പോൾ കുറച്ചുണ്ടെങ്കിലും മോഹൻലാൽ അത് ഗംഭീരമാക്കുകയും ആ ചിത്രം മോഹൻലാൽ അത് തൂക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഇതേവരെ കണ്ടേക്കുന്ന രീതി. ഈ ചിത്രം അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് മോഹൻലാൽ ആരാധകരെല്ലാം പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പം മറ്റ് മോഹൻലാൽ സിനിമകളുടെ വിശേഷങ്ങളും അതുപോലെ സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ എല്ലാവർക്കും ഓക്കെ ബായ്.